ഹായ്! വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അങ്ങനെ 2025 നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഈ ഒരു വർഷം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന, അതായത് നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്ന വർഷമാകട്ടെ. ഒരുപാട് ഭാഗ്യങ്ങളും പ്രോസ്പെറിറ്റിയും അതേപോലെ നിങ്ങളുടെ ഡ്രീംസും ഒക്കെ നടക്കാനുള്ള അല്ലെങ്കിൽ നടക്കുന്ന ഒരു വർഷമായി മാറട്ടെ ഇത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് വ്ളോഗൊന്നും അല്ല കേട്ടോ. ഞാനിങ്ങനെ വിചാരിച്ചു 2025 റിലേറ്റ് ചെയ്ത് കുറേ വീഡിയോസ് ചെയ്യണമെന്ന് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് ജേർണലിങ്ങിനെ പറ്റിയിട്ട്, ഇപ്പോൾ 2025 ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ചെയ്യണം. അങ്ങനെ കുറേ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ആക്ച്വലി ഒന്നും നടന്നില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ ബാക്കിയുള്ള തിരക്കുകൾ, ക്ലാസ്സുകളുടെ തിരക്കും മറ്റ് തിരക്കുകളൊക്കെ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങളാണ്. കാരണം നമുക്ക് അതല്ലേ അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോസൊക്കെ ഇടണം എന്ന് വിചാരിച്ചിട്ട് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പം എന്തായാലും നമുക്കിനിയിപ്പം 2025 സ്റ്റാർട്ട് ചെയ്തല്ലോ, ഇതിനിടയ്ക്കൊക്കെ വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നു. സോ ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ തൃശ്ശൂർ ക്ലാസ് എടുക്കാൻ പോയപ്പോഴത്തേക്കും ഷൂട്ട് ചെയ്ത കുറച്ച് ക്ലിപ്സാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വ്ളോഗായിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു കംപ്ലീറ്റ് വ്ളോഗൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുമില്ലായിരുന്നു. ഡിസംബർ 29 എനിക്ക് ക്ലാസ്, സൺഡേ ആയിരുന്നു. സാധാരണ നമ്മൾ 2 ദിവസത്തേക്കാണ് തൃശ്ശൂർ ക്ലാസ് എടുക്കാൻ പോകുന്നത്. പക്ഷെ അന്ന് ഒരു 15 ക്ലാസ്സസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ദിവസം മതി, അത് 15 ക്ലാസ്സും എടുക്കാൻ പറ്റില്ല, പറ്റുന്നത്ര എടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു സാറ് പറഞ്ഞത്. കാരണം എനിക്ക് 2 ദിവസം പോവാൻ പറ്റില്ലായിരുന്നു. സാറ്റർഡേ എനിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സൺഡേ മാത്രം പോയത്. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പുള്ള വ്ളോഗൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു എന്താ പറയുക, കുറേ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടൊരു തിരക്ക് വരുമല്ലോ. പിന്നെ ഞാൻ നോട്ട് ഉണ്ടാക്കാനും ഈ ഒരു തവണ പോയപ്പോഴത്തേക്കും കുറച്ച് വൈകി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നോട്ടിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ എഡിറ്റിങ്ങും അതിൻ്റെ ആ ഒരു ചെക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ മോർണിംഗ് എനിക്ക് തോന്നുന്നു 5 മണിയായപ്പോൾ പോയി. പക്ഷേ ഞാൻ തലേദിവസം രാത്രിയിൽ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ കിടന്നിട്ട് 2:30 3 ആയപ്പോൾ എണീറ്റു. ഈ നോട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കി നോക്കാനുണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉറക്കം ഒട്ടും ശരിയായിട്ടില്ലായിരുന്നു. വണ്ടിയിൽ കയറിയിട്ടും ഞാൻ അങ്ങനെ ഉറങ്ങിയില്ല. പൊതുവേ വണ്ടിയിൽ കയറിക്കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കൊക്കെ ഉറങ്ങാറുണ്ട്, അല്ലാതെ നമ്മൾ തൃശ്ശൂർ പോകുമ്പോൾ ഉറങ്ങാറുണ്ട്. പക്ഷേ ഈ തവണ പോയപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനും അമ്മയും ഏട്ടനും വാവയും കൂടെയാണ് പോയത്. സാധാരണ എല്ലാ തവണ പോകുമ്പോഴും നമ്മുടെ കൂടെ അപ്പു ഉണ്ട്. ഞാൻ എപ്പോഴും വീഡിയോസിലൊക്കെ അപ്പുവിനെ പറ്റി പറയാറുണ്ട്, കസിനാണെന്നുള്ള കാര്യം. പക്ഷേ ഈ തവണ അവന് വരാൻ പറ്റിയില്ല. നമ്മൾ എല്ലാവരും കൂടെ ആയിരുന്നു, ഒരുമിച്ചായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ സൺഡേ ആയിരുന്നു നമുക്ക് പോവേണ്ടത്. സാറ്റർഡേ അവൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ ഫാദർ മരിച്ചുപോയി. അപ്പം അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ സൺഡേ ആയതുകൊണ്ട് തന്നെ അവന് വരാൻ പറ്റിയില്ല. അപ്പോൾ അവൻ വേറൊരു ഫ്രണ്ടിനെ വിടാൻ, ഇപ്പോൾ വണ്ടി ഏട്ടൻ ഒറ്റയ്ക്ക് ഓടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വിടാമെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, നമ്മൾ പൊക്കോളാം. കാര്യം ഈ സൺഡേ ചെല്ലുന്ന അന്ന് നമ്മൾ രാവിലെ ചെന്നിട്ട് ഏകദേശം 8 മണിയായപ്പോഴാണ് തിരിച്ച് പോകുന്നത്. അപ്പോൾ അത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്യണമല്ലോ. സോ അവൻ്റെ ഫ്രണ്ടിനെ വെറുതെ പോസ്റ്റ് അടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കുഴപ്പമില്ല, നമ്മൾ പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കും ഉറങ്ങാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ ഏട്ടൻ എന്നോട് ഉറങ്ങാൻ പറഞ്ഞു, എങ്കിലും ഞാൻ വിചാരിച്ചു ഈ ഒരു മോർണിംഗ് നമ്മൾ നല്ല ഏർലി മോർണിംഗ് പോയതാണ്. തിരിച്ച് വന്നപ്പോൾ നമ്മൾ ഒത്തിരി ലേറ്റായി കേട്ടോ. കാരണം അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു തൃശ്ശൂർ. എന്തൊക്കെയോ പ്രോഗ്രാമൊക്കെ ടൗണിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂരും എറണാകുളത്തും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സൺഡേ ആണല്ലോ, പിന്നെ ന്യൂ ഇയറിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന സമയമൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഏകദേശം 8 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ്. പിന്നെ ഇടയ്ക്ക് ഒരു വട്ടം ഫുഡ് കഴിക്കാൻ മാത്രമേ നിർത്തിയിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ വന്നപ്പം 1 മണിയായി. പിന്നെ നല്ലോണം മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഏട്ടനാണെങ്കിലും ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ. പിന്നെ പണ്ടത്തെ പോലെയല്ല, മോനെ ഇപ്പം മാനേജ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം അവനിപ്പോൾ 9 മാസമൊക്കെ കഴിഞ്ഞു. ഞാനവന് 5 മാസം പ്രായമുള്ള സമയം മുതൽ ഇങ്ങനെ തൃശ്ശൂർ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ആൾ പാലൊക്കെ കുടിച്ച് എവിടെയെങ്കിലുമൊക്കെ കിടന്നുറങ്ങും. പിന്നെ അധിക നേരം അങ്ങനെ എടുത്തുകൊണ്ടൊന്നും നടക്കണ്ട. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സമയമല്ലല്ലോ, കയ്യിൽ നിന്ന് ഇറങ്ങി അതിലൂടെയൊക്കെ നീന്തി നടക്കാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉള്ള സമയമാണല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഏട്ടനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ യാത്ര ഓഫ് കോഴ്സ് ഒരു ദിവസത്തെ ഒരു യാത്രയായതുകൊണ്ടേ, അപ്പോൾ അങ്ങനെയൊക്കെ മൊത്തത്തിൽ മടുത്ത് 1 മണിയായപ്പോഴത്തേക്കുമാണ് വീട്ടിൽ വന്നത്. പിന്നെ വ്ളോഗൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല.
പിന്നെ ഇതിൽ ഇടയ്ക്ക് ഞാൻ നമ്മളൊരു ഹോട്ടലിൽ രാത്രി ഫുഡ് കഴിക്കാൻ കയറി. അവിടെ ഒരു നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഗിത്താർ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന ഒരു ഹോട്ടലിൽ കയറുന്നത് കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ. അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൺഡേ ഞങ്ങൾ കഴിച്ച ഉച്ചയ്ക്ക് കയറിയ ഹോട്ടലിലൊക്കെ ആണെങ്കിലും നല്ല ഫുഡായിരുന്നു. ഉച്ചയ്ക്കൊക്കെ നമ്മൾ സാറ്റർഡേ ഒക്കെ ആണെങ്കിൽ അവിടെ ഊണൊക്കെ നമ്മൾ ഉച്ചയ്ക്കൊക്കെ പോയി കഴിക്കാറുണ്ട്. പക്ഷേ സൺഡേ മിക്കപ്പോഴും നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന എന്തെങ്കിലും ഫ്രൈഡ് റൈസ്, ഞാൻ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും ആയിരുന്നു. പിന്നെ ഏട്ടൻ ബിരിയാണി കഴിച്ചു. അങ്ങനെ രാത്രിയിലും ഞങ്ങൾ ഇതേപോലെ കഴിച്ചു. പിന്നെ ചപ്പാത്തിയൊക്കെ കഴിച്ചു. അപ്പം ഈ തവണ പോയപ്പോഴത്തേക്കുള്ളൊരു പ്രത്യേകത, നമ്മൾ കയറിയ ഹോട്ടലിൽ നിന്നൊക്കെ നല്ല ഫുഡ് കിട്ടി കേട്ടോ. പക്ഷേ കഴിഞ്ഞ തവണ ഒരു തവണ നമ്മൾ സൺഡേ പോയപ്പം ബിരിയാണിയാണ് കഴിച്ചത്. പക്ഷെ ഒന്നിനും കൊള്ളില്ലായിരുന്നു. ആ ബിരിയാണി കഴിച്ചേ നമ്മുടെ മൂഡ് പോയി എന്ന് പറയുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ ഈ തവണ പോയപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്കും നല്ലായിരുന്നു. അപ്പോൾ ഞാൻ അപ്പുവിനെ വിളിക്കുമ്പോഴത്തേക്കും പറയും, നീ ഈ തവണ നിനക്ക് മിസ് ചെയ്തു, ഫുഡ് അടിപൊളി ഫുഡായിരുന്നു ഈ തവണ കഴിച്ചതെന്നൊക്കെ പറയും. അപ്പോൾ തൃശ്ശൂർ യാത്രയെപ്പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതൊരു കംപ്ലീറ്റ് വ്ലോഗൊന്നുമല്ല. പിന്നെ ഞാൻ വിചാരിച്ചു 2025 എൻ്റെ പ്ലാനിങ്ങിനെ പറ്റിയൊക്കെ പറയാം. അല്ലെങ്കിൽ 2025 നിങ്ങൾ ഏതൊക്കെ വീഡിയോസാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? സ്റ്റഡി വ്ലോഗ്സ് ആണോ? അതേപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്, അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജേർണൽസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ആ ഒരു വീഡിയോ ആണോ നിങ്ങൾക്കിഷ്ടം എന്നുള്ളതൊക്കെ കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ 2025 പ്ലാൻ എന്ന് പറയുന്നത്, ആക്ച്വലി ഞാൻ 2024 സ്റ്റാർട്ടിങ്ങിൽ വിചാരിച്ച പ്ലാനൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഈ ഒരു ലാസ്റ്റ് ഡിസംബർ മാസത്തിൽ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കി. 2024 എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വർഷം തന്നെയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ വലിയ മോശം അനുഭവങ്ങളെന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഫിസിക്കലി മെൻ്റലി ഒക്കെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു വർഷം കൂടിയാണ്. കാരണം എൻ്റെ ഡെലിവറി മാർച്ചിലായിരുന്നു. അപ്പം അതിനോടനുബന്ധിച്ചുണ്ടാവുന്ന മെൻ്റലി നമുക്ക് ഉണ്ടാവുന്ന പോസ്റ്റ്മോർട്ടം ആ ഒരു ഡേയ്സ്, അതൊക്കെ അതിലൂടെയൊക്കെ കടന്നു പോയൊരു വർഷമായിരുന്നല്ലോ. പിന്നെ അതേപോലെ ഫിസിക്കലി നമ്മളൊത്തിരി വേദനകളൊക്കെ സഹിച്ച ഒരു വർഷമായിരുന്നു. പക്ഷേ എന്നെ കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആക്കിയ ഒരു വർഷമാണ് 2024 എന്ന് പറയാം. അങ്ങനെ ഒരുപാട് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിലും ഇനി ഏതൊരു പ്രശ്നം വന്നാലും തളരാത്ത വിധം ജീവിതം എന്നെ പരുവപ്പെടുത്തിയെടുത്ത ഒരു വർഷം തന്നെയാണ് 2024. അപ്പോൾ അങ്ങനെ ഞാൻ 2024 പറ്റി ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫേസ്ബുക്കിലാണ് ഞാൻ പൊതുവെ എഴുതാറുള്ളത്. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അതാണ്. ഇനിയിപ്പോൾ എന്തൊരു പ്രശ്നം വന്നാലും തളർന്നു പോവില്ല എന്ന് ഉറപ്പ് തന്നൊരു വർഷമാണ് 2024. അപ്പോൾ അത്രയ്ക്കുള്ള 2024 പറ്റി പറയാൻ. പിന്നെ ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള പോലെ എനിക്ക് കുറേ തിരിച്ചറിവുകൾ കിട്ടിയ ഒരു വർഷമാണ്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ എങ്ങനെ സെലക്ട് ചെയ്യണമെന്നും എങ്ങനെ ആയിരിക്കണം നമ്മൾ എല്ലാവരെയും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാതെ എല്ലാവർക്കും വേണ്ടി നമ്മൾ എപ്പോഴും അവൈലബിൾ ഇരിക്കാതിരിക്കുക. അതായത് നമ്മുടെ ഒരു ക്ലോസ് സർക്കിൾ, അതിനപ്പുറം നമ്മൾ ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് എപ്പോഴും എടുത്തു വെക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ എനിക്ക് തോന്നിയൊരു വർഷമാണ്. അങ്ങനെ കുറേ ചേഞ്ചസ് ഓഫ് കോഴ്സ് ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ സമ്മാനം, സന്തോഷം എന്നൊക്കെ പറയുന്നത് വാവ തന്നെയാണ്. അപ്പം അവനെ കിട്ടിയ ഒരു വർഷം കൂടിയാണ് 2024. അതുകൊണ്ട് അത് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ 2025 എനിക്കങ്ങനെ പ്രത്യേക പ്ലാനിങ് ഒന്നുമില്ല. കാരണം ഞാൻ വിചാരിക്കുന്നു ഒരു വർഷം തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ മാസം കുറച്ച് പ്ലാൻ ചെയ്തിട്ട് അത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല, അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡെയിലി പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്ന് പറയാം. അതായത് ഡെയിലി ഇനിയുള്ള ദിവസങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്നാലും ഇപ്പം എടുത്ത് പറയേണ്ടതായിട്ട് ഞാൻ വിചാരിച്ചു വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആകണം ഈ ഒരു വർഷമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതിൽ ഒരു കാര്യം, ഞാൻ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ പുസ്തകം വായനയും പുസ്തകം വാങ്ങുന്ന കാര്യമാണ്. എല്ലാ മാസവും ഒരു പുസ്തകമെങ്കിലും വെച്ചിട്ട് ഏറ്റവും മിനിമം ഒരു പുസ്തകമെങ്കിലും വാങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അതേപോലെ തന്നെ അത് വായിക്കാനും ആഗ്രഹമുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൺസിസ്റ്റൻസിയാണ്. അതിപ്പോൾ പഠിക്കുന്ന കാര്യം മാത്രമല്ല, ഏതൊരു കാര്യമാണെങ്കിലും, ഏത് കാര്യങ്ങളും ആയിക്കോട്ടെ, ഇപ്പോൾ പുസ്തകം വായിക്കുന്ന കാര്യമാണെങ്കിലും, അല്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ജേർണലിങ് ഞാൻ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ പലപ്പോഴും ഞാനത് എഴുതാൻ വിട്ടുപോകുമെന്ന് വെച്ചാൽ മറന്നു പോകണമല്ല, എന്തെങ്കിലുമൊക്കെ തിരക്കായിട്ട് അതങ്ങ് ചെയ്യാൻ പറ്റാതാകും. അപ്പോൾ ഇപ്പോൾ ഒരു മാസം എടുത്തിട്ടുണ്ടെങ്കിൽ 5-6 ദിവസമൊക്കെ ആയിരിക്കും അങ്ങനെ ജേർണൽ എഴുതാതിരിക്കുന്നത്. പക്ഷേ അങ്ങനെ പോലും വരാതെ നല്ലോണം കൺസിസ്റ്റൻ്റ് ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വർഷം ഫുൾ പാലിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ
ഈ പറഞ്ഞതുപോലെ ബുക്ക് വാങ്ങുന്നതും ബുക്ക് വായിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ അത് പറയുന്നില്ല. അതൊരു സർപ്രൈസായിട്ട് തന്നെ ഇരിക്കട്ടെ. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. അപ്പം അതെങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ അത് ഞാനിപ്പോഴും അത് ഭയങ്കര എന്താണ് അത്ഭുതത്തോടൊക്കെ കൂടി ഓർക്കാറുണ്ട്. എങ്ങനെയാണ് അത് എന്നിലേക്ക് വന്നത്, ആ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെ എന്നിലെത്തി എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പം അതെന്തായാലും സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു എല്ലാവരോടുമുള്ള റിലേഷൻഷിപ്പിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വേണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ വർഷവും. പിന്നെ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള നമ്മളെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ടല്ലോ, അത് നമ്മുടെ അച്ഛനമ്മ ഹസ്ബൻഡ് അതുമാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ അവരെയൊക്കെ ചേർത്ത് പിടിക്കണം എന്നും ഭയങ്കര ആഗ്രഹമാണ് ഈ ഒരു വർഷം. എല്ലാ വർഷവും അവരെ ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലും ഈ വർഷം എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. പിന്നെ ഈ വർഷം മറ്റൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞങ്ങൾ 3 പേരായിരുന്നു കേട്ടോ. അതിലാദ്യം എൻ്റെ കല്യാണം കഴിഞ്ഞു. കഴിഞ്ഞ വർഷം 2024 മറ്റൊരാളുടെ കല്യാണം കഴിഞ്ഞു. ഇനി വരുന്നത് ഞങ്ങൾ മൂന്നാമത്തെ ആളുടെ കല്യാണമാണ്. അത് ഏപ്രിൽ മാസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ ഈ വർഷം. പിന്നെ വാവയുടെ ഓരോ വളർച്ചയിൽ എന്താണ് ആ ഒരു വളർച്ചാ ഘട്ടമാണല്ലോ. അപ്പോൾ അത് ഈ ഒരു വർഷം ഇങ്ങനെ ആസ്വദിച്ച് പോകണം. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതും കൂടിയാണ്. ഞാൻ പൊതുവേ അങ്ങനൊരു നെഗറ്റീവായിട്ടുള്ള ആളല്ല. എന്ന് വെച്ചാൽ എപ്പോഴും എല്ലാ കാര്യത്തിലും കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ സിറ്റുവേഷൻസ് എല്ലാം അതിനനുകൂലമാവണമെന്നില്ലല്ലോ. അപ്പം ചിലപ്പോഴൊക്കെ നമ്മൾ ഡൗണായി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഒരുപാട് സമയം ആ ഒരു ഡൗണായി ഇരിക്കാതെ പുറത്തേക്ക് വരണം എന്നുള്ളൊരാഗ്രഹം എപ്പോഴും എനിക്കുണ്ട്. അത് ഈ ഒരു വർഷവും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വളരെ പോസിറ്റീവായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് എല്ലാ കാര്യത്തിൽ ഒരു ഒരു എന്താ പറയുക, ഒരു നന്മ കണ്ടെത്തി ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ഇതൊക്കെ എന്താണ് ഡിസംബർ വരെ ഇത് എത്രമാത്രം ഇതിൽ കറക്റ്റ് പാലിക്കപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കും എന്നാണ്. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾ എന്തൊക്കെയാണ് ഈ 2025 വേണ്ടിയിട്ട് ഇതേപോലെ മനസ്സിൽ ആഗ്രഹിച്ചതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇനി വരുന്ന കാര്യങ്ങളും പിന്നെ അതേപോലെ സർപ്രൈസൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്